الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. صدق الله. وقال صلى الله عليه وسلم التوبة الندم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وعلموا أمة سيدنا ومولانا محمد. ഏറ്റവും സ്നേഹാദരവ് നിറഞ്ഞ SKSFന്റെ കാസർഗോഡ് ജില്ലയുടെ കർമ്മോത്സുകനായ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഇർഷാ ഉദവി ബദിര, ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായ പ്രിയപ്പെട്ട മോദീൻ കുഞ്ഞു മൗലവി ചെർക്കള, ജില്ലയുടെ SKSFന്റെ ജനറൽ വർക്കിംഗ് സെക്രട്ടറി പ്രിയപ്പെട്ട സിദ്ദീഖ് മാസ്റ്റർ ബളിഞ്ചം, സ്വാഗത സംഘത്തിൻ്റെ കർമ്മോത്സുകനായ സാരഥി MH അഷറഫ് ചെങ്കള, പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ നാസർ ചെറുക്കളം, കന്തൽ ദാരിമി ഉസ്താദ്, സ്വാഗത സംഘത്തിൻ്റെ കർമ്മധീരനായ ട്രഷറർ പ്രിയങ്കരനായ നൗഷാദ് ചെങ്കള, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധമായ പരിപാവനമായ പവിത്രമായ അനുഗ്രഹങ്ങളുടെ പേമാരികൾ അള്ളാഹുവിൻ്റെ ദർബാറിൽ നിന്ന് ഈ ഭൂമി ലോകത്തേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്ന
ഏറ്റവും പവിത്രമായ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. പരിശുദ്ധമായ റമളാനിനെ 3 ഭാഗങ്ങളാക്കിക്കൊണ്ടാണ് നമ്മളിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 10 നമ്മളിൽ നിന്ന് അവസാനിച്ചു. രണ്ടാമത്തെ 10 അവസാനിക്കാനുള്ള മണിക്കൂറുകളും ദിവസങ്ങളും മാത്രമാണ് ബാക്കിയുള്ളത്. റഹ്മത്തിന്റെ 10 കഴിഞ്ഞു, മഗ്ഫിറത്തിന്റെ 10ലാണ്. ഇനി അവസാനത്തെ 10 ഇത്തഖും മിനന്നാർ, നരകമോചനം തേടുന്ന 10ആണ്. വിശുദ്ധമായ റമളാൻ എന്ന് പറയുമ്പോൾ മഗ്ഫിറത്തിന്റെ മാസമാണ്. പാപപങ്കിലമായ ഹൃദയങ്ങളെ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കൈയുയർത്തിക്കൊണ്ട് ചെയ്തു പോയ പാപങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുമ്പോഴാണ് ഈ മാസം അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നത്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കൽ മദീന പള്ളിയിൽ ഖുത്ബ ഓതാൻ മിമ്പറിലേക്ക് കയറുന്ന സമയം 3 തവണ ഓരോ ചവിട്ടടിക്കാൽ ആ മിമ്പറിലേക്ക് വെക്കുമ്പോൾ ആമീൻ പറയുകയാണ്. 3 തവണ ആമീൻ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖുത്ബ കഴിഞ്ഞ നിസ്കാരം കഴിഞ്ഞപ്പോ സഹാബാക്കൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് പതിവിന് വിപരീതമായി കൊണ്ടാണ് ഇന്ന് 3 തവണ മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് അതിന്റെ ചവിട്ടടിയിൽ ആമീൻ പറഞ്ഞത്. യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാ നബി അങ്ങ് ആമീൻ പറഞ്ഞത്? ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാ കിറാമിനോട് പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ 1-ാമത്തെ ചവിട്ടടിയില് 1-ാമത്തെ പടിയിൽ വെച്ചുകൊണ്ട് ഞാൻ ആമീൻ പറഞ്ഞത് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ദുആ ചെയ്യുകയാണ്. ആ ദുആ ചെയ്തപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞതാണ്. എന്താണെന്നറിയുമോ അവിടുന്ന് ദുആ ചെയ്തത്? പരിശുദ്ധമായ പവിത്രമായ റമളാൻ മാസം ഒരാൾക്ക് ആഗതമാവുകയും ആ റമളാൻ മാസത്തെ ബഹുമാനിക്കാതെ ആ റമളാൻ മാസത്തെ മറ്റു മാസങ്ങളെ പോലെ ലാഘവത്തോടെ കാണുകയും നിസ്സാരമായി കാണുകയും ചെയ്തുകൊണ്ട് ഒരാൾ റമളാൻ മാസത്തെ പാഴാക്കി കളഞ്ഞാൽ അവന്റെ മേൽ അല്ലാഹുവിന്റെ കാരുണ്യം ഇറങ്ങാതിരിക്കട്ടെ, അല്ലാഹുവിന്റെ ശാപം ഇറങ്ങട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. സഹാബാ, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു കൊടുത്തുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 11 മാസങ്ങളെ പോലെയല്ല ഈ റമളാൻ മാസം എന്നുള്ളത്. പാപങ്ങളെ പൊറുക്കാൻ വേണ്ടിയുള്ള മാസമാണ്. നമ്മുടെ പാപങ്ങളെ പൊറുപ്പിക്കുവാനും ഖേദിച്ച് മടങ്ങുവാനും അല്ലാഹുവോട് എണ്ണി എണ്ണി പറയുവാനുള്ള മാസമാണ്. അതുകൊണ്ട് മറ്റു മാസങ്ങളെ പോലെ ഈ മാസങ്ങളെ നമ്മൾ കാണാൻ പാടില്ല. ഈ മഗ്ഫിറത്തിന്റെ 10-ല് നമ്മൾ ധാരാളമായി പറയുന്നല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ, എൻ്റെ പാപങ്ങളെ പൊറുക്കണേ അല്ലാ, എനിക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ എന്ന് ഓരോരുത്തരും അല്ലാഹുവോട് പറയുന്നല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് തന്നെയല്ലേ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്നത്. മാത്രമല്ല, നമ്മുടെ വിചാരം, നമ്മുടെ ചിന്തകൾ മോശമായത് കൊണ്ടാണല്ലയോ നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മനസ്സ് വരാത്തത്. ആരാണ് പാപം ചെയ്യാത്തവര്? നമ്മൾ അമ്പിയാക്കളല്ല, നമ്മൾ ഔലിയാക്കന്മാരല്ല. അതുകൊണ്ട് നമുക്ക് പാപങ്ങൾ വന്നേക്കാം, നമുക്ക് തെറ്റുകൾ വന്നേക്കാം. ആ തെറ്റുകളെ അല്ലാഹുവോട് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ, അല്ലാഹുവോട് ഖേദിച്ച് മടങ്ങാൻ നമുക്ക് സമയമില്ലാത്തതിന്റെ പ്രശ്നമേയുള്ളൂ. അല്ലാഹു പൊറുക്കുന്നവനാണ്, അല്ലാഹു മാപ്പ് നൽകുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു തആല
തആല അവനോട് ഖേദിച്ച് മടങ്ങുന്ന അടിമകളുണ്ടല്ലോ, അവരോട് വല്ലാത്ത ഇഷ്ടമുള്ളവനാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങണം. അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ തേടണം. ഈ റമളാൻ മാസത്തെ നമ്മൾ ഒരിക്കലും കളഞ്ഞു കുളിക്കാൻ പാടില്ല മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഓ വിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ, നിങ്ങള് നിഷ്കളങ്കമായ തൗബ ചെയ്യണേ. അള്ളാഹുവിനോട് നിങ്ങൾ തൗബ ചെയ്യണം, അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം. മുഅ്മിനീങ്ങളെ, വിശ്വാസികളോടാണ് അള്ളാഹു പറയുന്നത്. നിങ്ങളെ റബ്ബുണ്ടല്ലോ, അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. നിങ്ങളെ പാപങ്ങൾ അവൻ പുറത്തു തന്നേക്കാം. അങ്ങനെ നിങ്ങൾക്കുള്ള പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നു കഴിഞ്ഞാൽ അടിവാരത്തിൽ കൂടി അരുവി ഒഴുകുന്ന ആരാമത്തിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ നിങ്ങൾ അല്ലാഹു പ്രവേശിപ്പിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾ പാപങ്ങൾ ചെയ്തവരാണ്. ആ പാപങ്ങൾ ചെയ്തവരായ നമ്മളെ അല്ലാഹു പറയുന്നത് തൗബ ചെയ്യണേ. തൂബൂ ഇലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന അടിമ ആരാണെന്നറിയുമോ? ഏറ്റവും ഇഷ്ടപ്പെടുന്ന അടിമ ആരാണെന്നറിയുമോ? ഒരു യാത്രവേളയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ സന്തത സഹചാരികളായ സഹാബ കിറാമിനോട് ചോദിക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹാബ, ഈ ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് ആകാശത്തിന്റെ ചുവട്ടിലായി ഭൂമിക്ക് മുകളിലായി അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട അടിമയാരാണെന്നറിയോ സഹാബാക്കളെ? സഹാബാക്കൾ ഒരുപാട് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. നിസ്കരിച്ചവരാണ്, നോമ്പ് നോറ്റവരാണ്, തൗബ ചെയ്തവരാണ്. അങ്ങനെ ഓരോ ഉത്തരങ്ങൾ സഹാബാക്കൾ പറഞ്ഞു കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, എൻ്റെ പ്രിയപ്പെട്ട സഹാബ, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയാരാണെന്നറിയുമോ? ഒരാൾ പ്രഭാതത്തിൽ പാപം ചെയ്താൽ, ഒരാൾ പ്രഭാതത്തിൽ ദോഷം ചെയ്താൽ, അയാൾ രാത്രി സമയത്ത് പ്രദോഷ സമയത്ത് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന അടിമയാണ്. അതേപോലെ തന്നെ പ്രദോഷ സമയത്ത് പാപങ്ങൾ ചെയ്യുകയും പ്രഭാതമാകുന്ന സമയത്ത് അവൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന അടിമയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ ചെയ്തവർക്ക് ശങ്ക വേണ്ട, ബേജാറ് വേണ്ട, ദുഃഖം വേണ്ട. മടങ്ങണേ, അല്ലാഹുവിന്റെ വഴിയിലേക്ക് മടങ്ങണേ. അല്ലാഹു പാപങ്ങളെ പൊറുക്കുന്നവനാണ്, അവൻ മാപ്പ് നൽകുന്നവനാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു പാപങ്ങൾ പോലും ചെയ്യാതെ, ഒരു തെറ്റുകുറ്റങ്ങൾ പോലും ചെയ്യാതെ ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങള്, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഖലീഫ മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങള് അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞല്ലോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പൊട്ടി പൊട്ടി കരഞ്ഞല്ലോ. പിന്നെ നമ്മൾ എന്തിനാ മടിച്ചു നിൽക്കുന്നത്? എന്തിനാണ് ചെറുപ്പക്കാരാ നമ്മൾ മടിച്ചു നിൽക്കുന്നത്? മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങള് അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു തളർന്നു പോയല്ലോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പല പള്ളികളിലും ജുമുഅക്ക് ശേഷമുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം ഈ ബൈത്ത് പാടാറുണ്ടല്ലോ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹിലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. അല്ലാഹ് അല്ലാഹ്, ഇലാഹേ
എന്റെ പടച്ചവനെ ലിൽ ഫിർദൗസി അഹ്ലാ, ഞാൻ സ്വർഗത്തിന്റെ അഹ്ലുകാരനാണെന്നുള്ള, ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്നുള്ള ബോധം എനിക്കില്ല റബ്ബേ. അങ്ങനെ ഒരു അഹങ്കാരം എന്നിലില്ല റബ്ബേ. ഞാൻ സ്വർഗത്തിന്റെ ആളാണെന്നുള്ള ചിന്തയൊന്നും എന്റെ മനസ്സിലില്ല റബ്ബേ. ആരാ പറയുന്നത്? ആരാ കരയുന്നത്? ആരാ ഖേദിച്ച് മടങ്ങുന്നത്? ആരാ തൗബ ചെയ്യുന്നത്? മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുകയാണ്, ഞാൻ സ്വർഗത്തിന്റെ അയൽക്കാരനല്ല അല്ലാ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അക്വാല നാരിൽ ജഹീമി. എന്നാലും എൻ്റെ അല്ലാ, അങ്ങ് നരകമുണ്ടല്ലോ, കഠിനമായ കഠോരമായ ഭീകരമായ നരകമുണ്ടല്ലോ റബ്ബേ. ആ നരകത്തിന്റെ തീനാളങ്ങളെ തടുക്കാൻ, ആ തീനാളങ്ങൾക്കുള്ള ചൂടേൽക്കാൻ ഈ പാവപ്പെട്ട സിദ്ദീഖിന് ആവില്ല അല്ലാ, സാധിക്കില്ല അല്ലാ. ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി. അതുകൊണ്ട് എൻ്റെ പാപങ്ങളെ നീ പൊറുക്കണേ അല്ലാ, എനിക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഫഇന്നക ഗാഫിറുദ് ദംബിൽ അദീമി. പാപങ്ങൾ പൊറുക്കുന്നവനായ, ലോകത്തിന്റെ സർവേശ്വരനായ, അഖിലാണ്ട ബ്രഹ്മാണ്ഡ ഗോളങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവേശ്വരനായ അല്ലാ, എന്റെ പാപങ്ങളെ നീ പൊറുക്കണേ അല്ലാ. നീ പൊറുക്കുന്നവനാണല്ലാ, നീ മാപ്പ് നൽകുന്നവനാണല്ലാ എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പോലും പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് തേടിയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ റഹ്മത്ത് നഗറിൽ SKSSFന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച റമദാൻ പ്രഭാഷണത്തിന്റെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് മടങ്ങാം, നമുക്ക് ഖേദിച്ച് മടങ്ങാം, അല്ലാഹുവിലേക്ക് മടങ്ങാം. ആരെയും ഭയപ്പെടേണ്ടതില്ല, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാം. അല്ലാഹു പൊറുക്കുന്നവനാണ്. എത്ര വലിയ പാപങ്ങളായാലും, കടലിന്റെ തിരമാലകളെക്കാളും പർവ്വതത്തിനേക്കാളും അധികരിച്ച പാപങ്ങളായാലും, അതേപോലെ തന്നെ മശ്രിഖ് മുതൽ മഗ്രിബ് വരെയുള്ള എത്ര വലിയ പാപങ്ങളായാലും അല്ലാഹു പൊറുക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നവനാണ്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞുവല്ലോ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീആ. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയരുത്, അല്ലാഹുവിന്റെ കാരുണ്യത്തിനെ തൊട്ട്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയാൻ പാടില്ല. എന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമോ? ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയല്ലോ, ഞാൻ വലിയ തെറ്റുകാരനാണല്ലയോ, എന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമോ എന്നുള്ള ചിന്ത വേണ്ട, എന്ന പേടി വേണ്ട. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ഒരാളും ആശമുറിയാൻ പാടില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. എന്നിട്ട് അല്ലാഹു പറയുകയാ, ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീആ. എല്ലാ പാപങ്ങളെയും എല്ലാ ദോഷങ്ങളെയും അല്ലാഹു പൊറുക്കുന്നവനാണ്, അല്ലാഹു മാപ്പ് നൽകുന്നവനാണ്. അല്ലാഹു പൊറുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ റമദാൻ ഒരിക്കലും നമ്മൾ കളഞ്ഞു കുടിക്കാൻ പാടില്ല. ഈ റമദാനിനെ ലാഘവത്തോടെ കാണാൻ പാടില്ല. മറ്റുള്ള മാസങ്ങളെ പോലെയല്ല. നമ്മൾ കണ്ണിനെ സൂക്ഷിക്കേണ്ടവരാണ്, നമ്മുടെ ഹൃദയങ്ങളെ സൂക്ഷിക്കേണ്ടവരാണ്, നമ്മുടെ നാവിനെ സൂക്ഷിക്കേണ്ടവരാണ്, നമ്മുടെ ശരീരമാസകലം നോമ്പാണ് മുഅ്മിനീങ്ങളെ. വെറും വയറിന് മാത്രമല്ല നോമ്പ് എന്നുള്ളത്. ഈ നോമ്പ് എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് മുഴുവനും നോമ്പാണ്. ഈ മാസത്തെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. നമ്മള് ധാരാളം സൽക്രമങ്ങൾ ചെയ്യുന്നവരാകണം. അതേപോലെ തന്നെ ഈ മഗ്ഫിറത്തിന്റെ പത്തില് അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങണം. അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം. അല്ലാഹു പൊറുക്കുന്നവനാണെന്ന് അല്ലാഹു തന്നെ നമ്മോട് പഠിപ്പിക്കുകയാണല്ലോ. ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, തൗബ എന്ന് പറഞ്ഞാൽ ഖേദിച്ച് മടങ്ങലാണ്. ചെയ്തുപോയ പാപങ്ങളെ, താൻ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചുള്ള ടെൻഷന് വരികയാണ്, വേവലാതി വരുന്നു,
പ്രയാസം വരുന്നു, ദുഃഖങ്ങൾ വരുന്നു, ടെൻഷൻ വരുന്നു, ഉറക്കം വരുന്നില്ല. അങ്ങനെ അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ അടുത്തടുത്തു പോകുന്നു, അള്ളാഹു തൗബ സ്വീകരിക്കുന്നു. അറിയുമോ നിങ്ങൾക്ക് നമുക്കെന്ത് തടസ്സങ്ങളാ തൗബ ചെയ്യാനുള്ളത്? നന്നാവാൻ, അള്ളാഹുവിലേക്ക് മടങ്ങാൻ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒന്നും തടസ്സമല്ല. അധികാരം തടസ്സമല്ല, രാഷ്ട്രീയം തടസ്സമല്ല, സംഘടന തടസ്സമല്ല, അതേപോലെ സമ്പത്തുകൾ തടസ്സമല്ല, രോഗങ്ങൾ തടസ്സമല്ല, ദാരിദ്ര്യങ്ങൾ തടസ്സമല്ല. അറിയുമോ നിങ്ങൾക്ക് 18 രാജ്യങ്ങളുടെ രാജാവായി ചെങ്കോലുകളെ അധികാര സിരാ കേന്ദ്രത്തിൽ നിന്നിരുന്ന രാജാവായിരുന്ന മഹാനായ ബൽഖ് നാട്ടുകാരനായ ഇബ്രാഹിം അദ്ഹം തങ്ങളെ നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ? 18 രാജ്യത്തിന്റെ രാജാവായിരുന്നു. എല്ലാ സൗകര്യങ്ങളും, എല്ലാ സുഖങ്ങളും, എല്ലാ ആനുകൂല്യങ്ങളും, എല്ലാ സംവിധാനങ്ങളുമുള്ള ദുനിയാവിന്റെ പളപളപ്പിന്റെ പിന്നിൽ ജീവിച്ചു പോയ ആ സൗകര്യങ്ങൾക്ക് നടുവിലാണ് മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇബ്രാഹിം അദ്ഹം തങ്ങൾക്ക് തന്റെ മനസ്സിന് മാനസാന്തരം വരികയാണ്. ഈ അധികാരങ്ങളുണ്ടല്ലോ, ഈ സൗകര്യങ്ങളുണ്ടല്ലോ, ഇതൊന്നും നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ബോഡി ഉണ്ടല്ലോ, എന്റെ ശരീരമുണ്ടല്ലോ, എന്റെ ശരീരം 6 അടി മണ്ണിലേക്ക് തട്ടിക്കളഞ്ഞാൽ, അതല്ലെങ്കിൽ നാളെ പരലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് രക്ഷയുണ്ടാകൂല. ഈ സൗകര്യങ്ങളൊന്നും അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്ക് അനുകൂലമായി നിൽക്കുകയില്ല. അതുകൊണ്ട് ഞാൻ റബ്ബിലേക്ക് മടങ്ങുകയാണ്, ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്നിതാ എന്റെ എല്ലാ അധികാരങ്ങളെയും 18 രാജ്യത്തിന്റെ രാജാവായി നിന്നിരുന്ന ബൽഖ് നാട്ടുകാരനായ ഇബ്രാഹിം അദ്ഹം തങ്ങളതാ എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് നടന്നു നീങ്ങുകയാണ് മുഅ്മിനീങ്ങളെ. പണ്ട് കാലങ്ങളിലെ നമ്മുടെ നാടുകളിൽ ദഫിന്റെ പരിപാടികളിലൊക്കെ പള്ളികൾ നടക്കുന്ന ഉറൂസിന്റെയും അതുപോലെ തന്നെ പള്ളി നേർച്ചകളിലുമൊക്കെ പാടിയിരുന്ന പാട്ടുണ്ടായിരുന്നുവല്ലോ. ബൽഖിലെ ഇബ്രാഹിം അദ്ഹമിൽ റളിയല്ലാഹ് 18 രാജ്യം വിട്ടവർ കരിമ്പടം പുതച്ചിടുന്നേ. ഇബ്രാഹിം അദ്ഹമിൽ റളിയല്ലാഹ് അല്ലാഹ് 18 രാജ്യം വിട്ടല്ലാഹ് എന്ന് തുടങ്ങിയിരുന്ന പാട്ട് നമ്മളന്ന് കേട്ടിരുന്നുവല്ലോ. ആരായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം തങ്ങള്? ഈ അധികാരങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട്, ഭാര്യമാരെ വിധവകളാക്കിക്കൊണ്ട്, മക്കളെ യതീമക്കളാക്കിക്കൊണ്ട്, അധികാരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് റബ്ബിലേക്ക് നടന്നു നീങ്ങുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിലേക്ക് നടന്നു നീങ്ങുകയാണ്. മാത്രമല്ല മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങളെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വന്തം ഭാര്യ ഗർഭിണിയായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം തങ്ങളുടെ ബീജം തന്റെ ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് കടന്നുപോയി അങ്ങ് മലമുകളിലേക്ക് ഖുറാസാനിലേക്ക് കടന്നുപോയിക്ണ്ട് അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് ജീവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അവിടെന്ന് പറയുന്നു വൈതം തുൽ യാലലികൈ അറാകാ വലൗ ഖത്തഅതനി ഫിൽ ഹുബ്ബി ഇറബാ. അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ ഇതാ അടുത്തിരിക്കുന്നു റബ്ബേ. എന്റെ മക്കളെ ഞാൻ യതീമക്കളാക്കി, എന്റെ ഭാര്യമാരെ ഞാൻ വിധവകളാക്കി. അല്ലാ ഇനി ഞാനിതാ ഇബ്രാഹിം അദ്ഹമുണ്ടല്ലോ, നീ തുണ്ടം തുണ്ടമായി എന്നെ മുറിച്ചു കളഞ്ഞാലും വലൗ ഖത്തഅതനി ഫിൽ ഹുബ്ബി റബാ, എന്നെ മുറിച്ചു കളഞ്ഞാലും എന്റെ മനസ്സുണ്ടല്ലോ, എന്റെ ആത്മാവുണ്ടല്ലോ, എന്റെ ശരീരമുണ്ടല്ലോ, നിന്നിലേക്കല്ലാതെ ഒരാളിലേക്കും അല്ലാഹുവേ എത്തുകയില്ല. എന്റെ മനസ്സ് ഒരിക്കലും മറ്റുള്ളതിലേക്ക് എത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്ര കാലങ്ങളാ 25 വർഷത്തോളം അവിടെ മലമുകളിൽ കഴിയുകയാണ്. ഔലിയാക്കന്മാരുണ്ട് അവിടെ, സാലിഹീങ്ങളുണ്ട്, സജ്ജനങ്ങളുണ്ട്, സുഹൂദ് പ്രാപിച്ചവരുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുനിയാവിനെ ത്വലാഖ് ചൊല്ലിയ പല മുഅ്മിനീങ്ങളായ പല മുത്തഖീങ്ങളായ മനുഷ്യന്മാരുണ്ട്. അങ്ങനെ 25-ാമത്തെ വയസ്സില് അങ്ങ് ഉമ്മയുടെ ഗർഭാശയത്തിലുണ്ടായിരുന്ന ബീജത്തിൽ ജനിച്ച
ഇബ്രാഹിം അദ്ദേഹം തങ്ങളുടെ ആ പൊന്നുമോൻ 25-ാമത്തെ വയസ്സിലതാ തന്റെ ഉമ്മാനോട് ചോദിക്കുന്നു, അല്ലയോ ഉമ്മ, എന്റെ വാപ്പ എവിടെ പോയി ഉമ്മ? എവിടെയാണ് നമ്മുടെ വാപ്പ എന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ട ഉമ്മ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, പൊന്നുമോനെ, പൊന്നുമോനെ, ഈ ദുനിയാവ് തന്നെ ഒഴിവാക്കിക്കൊണ്ട്, ഈ അധികാരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി അങ്ങ് ഖുറാസാനിലെ മലമുകളിലേക്ക് കടന്നു പോയതാണ്. അങ്ങനെയതാ ആ മലകളെ, ആ താഴ്വരകളെ അന്വേഷിച്ചുകൊണ്ട് പൊന്നുമോന് കടന്നു പോകുന്നു. ആ പൊന്നുമോന് അധികാരം കൈയാളുന്ന പൊന്നുമോനാണ്. ഉപ്പയുടെ പിൻഗാമിയായി, അതിന്റെ പിൻഗാമിയായി വന്നിരിക്കുന്ന പൊന്നുമോനാണ്. ഉപ്പയെ തേടിക്കൊണ്ട് കടന്നു പോകുന്നു. ആ ഖുറാസാൻ മലമുകളിലേക്ക് എത്തിക്കൊണ്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, ഇബ്രാഹിമിന് അദ്ദേഹം എവിടെ? ഇബ്രാഹിമിന് അദ്ദേഹം എവിടെ? അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അതിന്റെ ഇടയിൽ നിന്ന് ഒരാൾ, ഒരു വെളുവെളുത്ത മനുഷ്യൻ എല്ലും തോലുമായി കടന്നു വന്നുകൊണ്ട് പറയുന്നു, ഞാനാണ് ഇബ്രാഹിമിന് അദ്ദേഹം എന്ന് പറയുന്നു. എന്നിട്ട് മഹാനവറുകൾ ചോദിക്കുന്നു, നീ ആരാണ്? നിങ്ങൾ ആരാണ്? ആ സമയത്ത് പറയുന്നു, ഉപ്പാ, എന്നെ നിങ്ങൾക്കറിയില്ല വാപ്പാ. ഉമ്മയുടെ ഗർഭാശയത്തില് ഞാൻ നിൽക്കുന്ന സമയത്തല്ലേ നിങ്ങൾ ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ ഈ മലമുകളിലേക്ക് കടന്നു വന്നത്. അങ്ങനെ അതാ ആ പൊന്നുമോനെ കെട്ടിപ്പിടിക്കുന്നു, അങ്ങനെ സംസാരിക്കുന്നു. അവസാനം മകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, വാപ്പാ, നമുക്ക് പോകാം വാപ്പാ, അവിടെയുള്ള കൊട്ടാരത്തിന്റെ അധികാരങ്ങളെ ഏറ്റെടുക്കണ്ട വാപ്പാ, നിങ്ങൾ ഒന്നും നോക്കണ്ട വാപ്പാ, ഉമ്മാൻ അവിടെ കാത്തു നിൽക്കുന്നു വാപ്പാ, ഉമ്മാന്റെ കൂടെ നമുക്കൊന്നിച്ച് ജീവിക്കാം വാപ്പാ. പാപ്പാക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ആ കൊട്ടാരത്തിന്റെ ഒരു മുറി പാപ്പാക്ക് വേണ്ടി ഞാൻ നീക്കി വെക്കുകയാണ് വാപ്പാ, നമുക്ക് പോകാം ഉപ്പാ. ഇല്ല മോനെ, ഇല്ല മോനെ, ഹജറത്തുൽ ഖൽഖ തുറം ഫീ റിളാക. അവിടുന്ന് എല്ലാം ഒഴിവാക്കിക്കൊണ്ട്, സലാം പറഞ്ഞുകൊണ്ട് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് വന്ന ആ യാത്രാ അനുഭവങ്ങളെ കുറിച്ച് പൊന്നുമോനോട് പറഞ്ഞു കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ. എന്നിട്ട് പറയുന്നു, മോനെ, നിനക്ക് പോകാം മോനെ. ആ സമയത്ത് പൊന്നുമോനോട് പറയുമ്പോ ആ പൊന്നുമോൻ അവിടെ നിന്ന് ചോദിക്കുന്നു, പ്രിയപ്പെട്ട വാപ്പാ, ഇനി എപ്പോഴും കാണും ബാപ്പാ? എവിടെ കാണും ബാപ്പാ? കണ്ട് കൊതി തീരാത്ത എന്റെ ബാപ്പയെ ഇനി എവിടെ നിന്ന് കാണും ബാപ്പാ എന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങൾ പറയുന്നു, പൊന്നുമോനെ, പൊന്നുമോനെ, ഒന്നെങ്കിൽ മൈസറയിൽ വെച്ചുകൊണ്ട് പരാജിതരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായേക്കാം, അതല്ലെങ്കിൽ നരക അവകാശികളുടെ കൂട്ടത്തിൽ ഉണ്ടായേക്കാം, അതല്ലെങ്കിൽ മീസാനിൽ വെച്ച് കണ്ടേക്കാം, അതുമല്ലെങ്കിൽ പൊന്നുമോനെ, സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഞാൻ അവിടെ ഇരുന്നിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പൊന്നുമോനോട് അവിടെ നിന്ന് സമാധാനത്തിന്റെ വാക്ക് പറയുന്നു. സ്വർഗത്തിന്റെ ഒരു മൂല ആഗ്രഹിച്ചുകൊണ്ട് തന്റെ ജീവിതം മുഴുവനും, തന്റെ സൗകര്യങ്ങൾ മുഴുവനും, തന്റെ അധികാരങ്ങൾ മുഴുവനും അല്ലാഹുവിലേക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് റബ്ബിലേക്ക് കടന്നുപോയ ബൽഖ് നാട്ടുകാരനായ ഇബ്രാഹിം അദ്ദേഹം തങ്ങളുണ്ടല്ലോ, വലിയ മാതൃകയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വലിയ മാതൃകയാണ്. നമുക്ക് വലിയ മാതൃകയാണ്, നമുക്ക് വലിയ മാതൃകയാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ബഹുമാനപ്പെട്ട ജമിയത്തുൽ ഖുതബായിന്റെ അഭിനന്ദനായ ജനറൽ സെക്രട്ടറി മജീദ് ബക്കവി ഉസ്താദ് കടന്നു വരികയാണ്. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. ഇതൊക്കെയും നമുക്ക് വലിയ പ്രചോദനമാണ്. എത്ര വലിയ പാപങ്ങളായാലും അള്ളാഹു പൊറുക്കുന്നവനാണ്. അതേപോലെയാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായിരുന്ന സൈലബത്ത് ബിൻ അബ്ദുറഹ്മാൻ തങ്ങള്, ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായിരുന്നു. ഒരു യാത്രയില് ബഹുമാനപ്പെട്ട സൈലബ തങ്ങളെ റസൂലുള്ളാഹി തങ്ങൾ യാത്രാ സംഘത്തോടൊപ്പം അയക്കുകയാ. അങ്ങനെ അതാ ആ യാത്രാ സംഘത്തോടൊപ്പം ബഹുമാനപ്പെട്ട
സൈലബ തങ്ങൾ കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു അൻസാരി പെണ്ണ് കുളിക്കുന്നുണ്ടായിരുന്നു. ആ അൻസാരി പെണ്ണ് കുളിക്കുന്നത് കാണുന്നു, രണ്ടാമതും നോക്കുന്നു, മൂന്നാമതും ആ ഭാഗത്തേക്ക് നോക്കിപ്പോയപ്പോ ഈമാനിന്റെ കാഠിന്യം കൊണ്ട് മഹാനായ സൈലബത്ത് തങ്ങളുണ്ടല്ലോ, അവിടുന്ന് മനസ്സ് തന്നെ മരവിച്ചു പോകുന്നു. അല്ലാ അല്ലാ, ഞാൻ വലിയ തെറ്റുകാരനായി പോയല്ലോ അല്ലാ, എന്റെ തൗബ അല്ലാഹുവേ നീ സ്വീകരിക്കുമോ അല്ലാ, ഇത് എന്റെ ഹബീബ് കാണുമോ അല്ലാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന എന്റെ ഹബീബിലേക്ക് ഈ വിവരം എത്തിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട്, അവിടുന്ന് ഭയപ്പെട്ടുകൊണ്ട് മഹാനായ സൈലബത്ത് തങ്ങളും അവിടുന്ന് ഓടിപ്പോവുകയാ. മക്ക മദീന പർവ്വതത്തിന്റെ ഇടയില്, മക്ക മദീനയുടെ ഇടയിലുള്ള പർവ്വതത്തിലേക്ക് കടന്നു പോകുന്നു മഹാനായ സൈലബ തങ്ങള്. അങ്ങനെ ഒരുപാട് കാലം, ഏകദേശം 40 ദിവസത്തോളം കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു. അവിടെ യഥാ ഈ കാര്യങ്ങളൊക്കെ, ഈ ശബ്ദങ്ങളൊക്കെ മഹാനായ സൈലബത്ത് തങ്ങളുടെ ഈ സംഭവങ്ങളൊക്കെ ആട് മേയ്ക്കുന്ന ലുഫാഫ എന്ന ഒരു മനുഷ്യൻ ഇത് കാണുകയാണ്, അയറാബി കാണുകയാണ്. അങ്ങനെ യഥാ 40 ദിവസം പൂർത്തിയായപ്പോൾ ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകുകയാണ്. യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഒരു അടിമ അങ്ങ് മക്ക മദീന പർവ്വതത്തിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് അവിടുന്ന് പൊട്ടി കരയുകയാണ്, തൗബ ചെയ്യുകയാണ് റസൂലേ, അങ്ങയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ സൽമാൻ അൽ ഫാരിസ് തങ്ങളെ വിളിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയും വിളിച്ചുകൊണ്ട് പറയുന്നു, അല്ലയോ സൽമാനെ, അല്ലയോ ഉമറേ, അങ്ങ് ആ പർവ്വതമുണ്ടല്ലോ മക്ക മദീനയുടെ ഇടയിലുള്ള ആ പർവ്വതത്തിന്റെ ഇടയിൽ നമ്മുടെ സൈലബത്തുണ്ട്, ആ സൈലബത്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞേക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും മഹാനായ സൈലബത്ത് തങ്ങളെ അവിടുന്ന് വിളിച്ചു കൊണ്ടുവരികയാണ്. ചരിത്രം വിശാലമാണ്, ഒരുപാട് വിശാലമായ ചരിത്രമുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ് പ്രിയപ്പെട്ടവരെ. മഹാനായ സൈലബത്ത് തങ്ങളെ കൊണ്ടുവരുമ്പോ പൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, എന്റെ ഹബീബ് എന്റെ കുറ്റം അറിഞ്ഞോ? ഞാൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ എന്റെ ഹബീബ് അറിഞ്ഞിട്ടുണ്ടോ? എന്നെ എന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്നെ മോശമായി പറഞ്ഞോ സഹാബാ? അവിടുന്ന് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, ഞങ്ങളോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഉമർ തങ്ങൾ പറയുന്നു, സൽമാൻ അൽ ഫാരിസ് തങ്ങൾ പറയുന്നു, നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാൻ മുത്തുനബി തങ്ങളടുക്കലേക്ക് വരാം, എന്നെ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഹബീബായ മുത്തുനബി തങ്ങള് നിസ്കരിക്കുന്ന സമയത്ത് എന്നെ കൊണ്ടുപോകണേ. അതല്ലെങ്കിൽ ബിലാൽ മുഅസ്സിൻ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് വിളിക്കുന്ന സമയമുണ്ടല്ലോ, ഖദ് ഖാമത്തിസ് സ്വലാ എന്ന് പറയുമ്പോ എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് സൈലബത്ത് തങ്ങളെ കൊണ്ടുപോകുന്നു. അങ്ങനെ യഥാ ആ പള്ളിയിലേക്ക് എത്തുന്ന സമയം റസൂലുള്ളാഹി തങ്ങൾ നിസ്കാരത്തിലായിരുന്നു. അങ്ങനെ ആ നിസ്കാരത്തില് സൈലബത്ത് തങ്ങള് മുത്തുനബി തങ്ങളെ ഖുർആനിന്റെ ആ ശബ്ദത്തിന്റെ മാധുര്യം കേട്ടപ്പോ അവിടുന്ന് ബോധം കെട്ട് നിലത്തേക്ക് വീഴുന്നു. ഉമർ തങ്ങളും സൽമാൻ അൽ ഫാരിസ് തങ്ങളും മുത്തുനബിയോടൊപ്പം നിസ്കാരത്തിൽ തുടരുകയാണ്. നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ലോകത്തിന്റെ നേതാവ്, കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, അല്ലയോ സൽമാനെ, അല്ലയോ ഉമർ എന്നവരെ, എവിടെയാണ് സൈലബത്ത്? സൈലബത്ത് എവിടെ പോയി? നിങ്ങൾ എന്താ സൈലബത്തിനെ കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചപ്പോ, യാ റസൂലല്ലാഹ്, ഇവിടെ യഥാ കടന്നിരിക്കുന്നു സൈലബ തങ്ങള്, ബോധം കെട്ട് വീണിരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സൈലബത്തിന്റെ അരികിലേക്ക് പോയിക്കൊണ്ട് അവിടുന്ന് വിളിച്ചുണർത്തുന്നു, ഉണരുന്നില്ല. വീണ്ടും വിളിച്ചപ്പോ ഹബീബായ മുത്തുനബി തങ്ങളെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പൊട്ടി കരയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ പാപം ചെയ്തു പോയി നബിയേ,
ഞാൻ പാപം ചെയ്തു പോയി നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. സൈലബാ, നീ പേടിക്കണ്ട സൈലബാ, അല്ലാഹു പൊറുക്കുന്നവനാണ്. നീ ധാരാളം അല്ലാഹുവോട് മാപ്പ് ചോദിച്ചവനാണ്. തൗബ ചെയ്തുകൊണ്ട് ഉത്തുംഗതിയിലേക്ക് എത്തിയവനാണ്. അതുകൊണ്ട് നീ പേടിക്കണ്ട സൈലബാ. ഞാനൊരു ദുആ നിനക്ക് പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് നിനക്ക് ഓതിത്തരാം. എന്നിട്ട് മുത്തുനബി തങ്ങൾ ഓതിക്കൊടുക്കുകയാണ്. ഖുൽ അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിൽ നന്മ നൽകണേ അല്ലാ. ഈ ദുനിയാവിൽ നന്മ നീ നൽകണേ അല്ലാ. എനിക്ക് നന്മ വരുത്തണേ അല്ലാ. പരലോകത്തും എനിക്ക് നന്മ വരുത്തണേ അല്ലാ. നരകത്തിന്റെ കഠിനമായ, കഠോരമായ, ഭീകരമായ, ഭീഭത്സമായ ആ തീനാളങ്ങളെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു അല്ലാ എന്ന് അർത്ഥം വരുന്ന ആയത്തുണ്ടല്ലോ. അത് ഓതാൻ വേണ്ടി ദുആ ചെയ്യാൻ സൈലബ് തങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പള്ളിയിൽ നിന്ന് പറഞ്ഞയക്കുന്നു. അവിടുന്ന് സൈലബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോകുന്നു. 3 ദിവസം ആ വീട്ടിൽ ഒറ്റക്കിടപ്പാണ്. രോഗിയായി കിടക്കുന്നു. ശരീരമാസകലം വേദനിക്കുകയാണ്. അവിടുന്ന് കരഞ്ഞ് തളർന്നുകൊണ്ട് കിടക്കുകയാണ്. 3 ദിവസമായിട്ടും സൈലബത്ത് തങ്ങളെ കാണാതെ വന്നപ്പോ സൽമാനുൽ ഫാരിസ് തങ്ങള് സൈലബത്ത് തങ്ങളുടെ വീട്ടിലേക്ക്, സൈലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ വീട്ടിലേക്ക് കടന്നുപോയി. അങ്ങനെ സൈലബത്ത് ബിൻ അബ്ദുറഹ്മാനെ കാണുന്നു. എന്തേ സൈലബേ, നീ പള്ളിയിലേക്ക് വരാത്തതെന്തേ? നിന്നെ കാണുന്നില്ലല്ലോ. ഞാൻ രോഗിയാണ്, എനിക്കൊന്നും വയ്യ, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി, എന്റെ റബ്ബ് എനിക്ക് പൊറുക്കുമോ സൽമാനെ? അങ്ങനെ യഥാ വിവരം ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങള്, സൽമാനുൽ ഫാരിസ് തങ്ങളെ മുത്തുനബി തങ്ങൾ അരികിലേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു കൊടുത്തപ്പോ റസൂലുള്ളാഹി തങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സഹാബാക്കളെയും കൂട്ടിക്കൊണ്ട് നമുക്ക് സൈലബത്തിന്റെ വീട്ടിലേക്ക് കടന്നു പോകാം. അങ്ങനെ യഥാ സൈലബ തങ്ങളെ കടന്ന് കാണാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും കടന്നു പോകുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൈലബത്ത് ബിൻ അബ്ദുറഹ്മാനെ കണ്ടപ്പോ വല്ലാത്ത വിഷമം വന്നു. അങ്ങനെ യഥാ, എന്തിനാണ് നീ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? എനിക്ക് പറ്റുന്നില്ല നബിയേ, എന്റെ ശരീരമാസകലം വേദനയാണ് നബിയേ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല നബിയേ. എന്താണ് പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ കരച്ചിൽ എന്തിനാണ്? ഈ വേവലാതി എന്തിനാണ്? ഈ സങ്കടം എന്തിനാണ്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു പെണ്ണ് കുളിക്കുന്ന സമയത്ത് നോക്കിപ്പോയതാണ്. പക്ഷേ താങ്ങാവുന്നതിനപ്പുറമായി പോയി. ഈമാനിന്റെ മാധുര്യം കൊണ്ട്, അല്ലാഹുവിലേക്ക് അടുത്ത ആത്മീയമായ മാർഗം കൊണ്ട് മഹാനായ സലബ് തങ്ങള് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല റസൂലേ. ശറഫാക്കപ്പെട്ട മുത്തുനബി തങ്ങളെ കൈകൊണ്ട് മഹാനായ സലബ് തങ്ങളുടെ ആ തല റസൂലുള്ളാഹി തങ്ങളെ മടിയിലേക്ക് വെക്കുന്നു. ആ മടിയിലേക്ക് വെച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സലബ് തങ്ങള് ആ തല അവിടെ നിന്ന് വലിക്കുകയാണ്, മല്ല മല്ലേ വലിക്കുകയാണ്. മുത്തുനബി തങ്ങൾ ചോദിക്കുന്നു, സലബാ, എന്തിനാണ് എന്റെ മടിയിൽ നിന്ന് നീ തല വലിക്കുന്നത്? യാ റസൂലല്ലാഹ്, ദംബി, ഞാൻ ഒരുപാട് ദോഷം ചെയ്തു പോയി. യാ റസൂലല്ലാഹ്, പാപപങ്കിലമായി ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ ഈ ശരീരമുണ്ടല്ലോ, അങ്ങയുടെ ശറഫാക്കപ്പെട്ട മടിയിലേക്ക് വെക്കാൻ എനിക്ക് സമ്മതം വരുന്നില്ല നബിയേ. അതുകൊണ്ട് മല്ല മല്ല ഞാൻ വലിച്ചു നബിയേ. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സൈലബ തങ്ങളോട് ചോദിക്കുന്നു, പറയുന്നു, സൈലബേ, നിനക്ക് അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട് സൈലബേ. നീ എന്താണ് ആഗ്രഹിക്കുന്നത്? നീ എന്താണ് ആവശ്യപ്പെടുന്നത് സൈലബ? അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, മഗ്ഫിറത റബ്ബി, എന്റെ പാപങ്ങൾ എന്റെ റബ്ബ് പൊറുക്കുമോ നബിയേ? എനിക്ക് പൊറുത്തു തരുമോ നബിയേ? എന്റെ റബ്ബ് എന്റെ പാപങ്ങൾ പൊറുക്കണം അല്ലാഹ് എന്ന്
പറഞ്ഞുകൊണ്ട് കരയുകയാണ്. ആ സമയത്ത് ലോകത്തിന്റെ നേതാവ്, കളവ് പറയാത്ത നാവ് കൊണ്ട് സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു തങ്ങളോട് പറയുകയാണ്, നിന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുത്തിരിക്കുന്നു. ഇനി പാപങ്ങളില്ല സൈലബേ, എല്ലാം അല്ലാഹു പൊറുത്തിരിക്കുന്നു സൈലബേ എന്ന് കേൾക്കേണ്ട താമസം അവിടുന്ന് ആ വർത്തമാനം മുത്തുനബി തങ്ങളിൽ നിന്ന് കേൾക്കേണ്ട താമസം ബോധം കെട്ട് നിലത്തേക്ക് വീണ് ഈ ലോകത്തോട് വിട പറയുകയാ. അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്ര പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു ചെറിയ ദോഷം തന്റെ ജീവിതത്തിൽ വന്നു പോയപ്പോ തന്റെ ജീവിതം മുഴുവനും അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങിയവരാണ്. എന്നാൽ ഞാനും നിങ്ങളോ എത്രയോ പാപങ്ങൾ ചെയ്തവരാണ്. മടി കാണിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. അല്ലാഹു പൊറുക്കുന്നവനാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതെത്ര വലിയ പാപങ്ങളായാലും ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പൊറുത്തു നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നവനാണ്. അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹു ഗഫൂറുർ റഹീമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വിശുദ്ധമായ റമളാൻ മാസത്തിലെ ഈ മഗ്ഫിറത്തിന്റെ 10 വിട പറയാൻ വേണ്ടി പോകുന്ന സമയത്ത് അല്ലാഹുവിലേക്ക് മടങ്ങുകയും നമ്മുടെ പാപങ്ങളെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അത്താഴത്തിന് അല്പം മുമ്പേ എണീറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നതുവരെ തന്റെ റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ പാപങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട്, അതെത്ര ചെറിയ പാപമാണെങ്കിലും എത്ര വലിയ പാപമാണെങ്കിലും അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം മുഅ്മിനീങ്ങളെ. അല്ലാഹു പൊറുക്കുന്നവനാണ്. ഉമ്മമാരെ, എൻ്റെ വാപ്പമാരെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ സഹോദരിമാരെ, അല്ലാഹുവിലേക്ക് മടങ്ങണേ. നാം അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, നാം അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയാൽ സുന്നത്തായ കാര്യമാണല്ലോ. അല്ലാഹുവിൽ നിന്നുള്ളവരാണ് നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. അതാണ് യാസീൻ സൂറത്തിന്റെ അവസാനം പറയുന്നത്. തറവാട്ടിലേക്ക് മടങ്ങാൻ, നമ്മുടെ തറവാട്ടിലേക്ക് മടങ്ങാനാണ് അല്ലാഹു പറയുന്നത്. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ. അല്ലാഹുവിലേക്കാണുള്ള മടക്കം, അവനിലേക്കുള്ള മടക്കത്തെ കുറിച്ച് അല്ലാഹു പറയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞാനും നിങ്ങളും മടങ്ങേണ്ടവരാണ്. നമ്മളും അല്ലാഹുവിന്റെ വിധിക്ക് ഉത്തരം നൽകേണ്ടവരാണ്. പക്ഷേ ആ വിധിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരം നൽകേണ്ടവരാണ്. നാളെ ചെയ്യാം, അടുത്ത റമളാനിൽ ചെയ്യാം, അടുത്ത മാസം ചെയ്യാം എന്നുള്ള ചിന്ത വേണ്ട. നാളെ നാളെ എന്ന് പറഞ്ഞുകൊണ്ട് നാളെങ്ങ് പോകട്ടെ, നാളെ ആകട്ടെ, നാളേക്ക് നാളെ ഈ നീളം വിട്ടാട്ടെ. കൂടുന്നു കൊല്ലങ്ങൾ, മാസങ്ങളാഴ്ച, ഗടികൾ കണക്കിന്നിൻ ആയുസ്സിൻ തീർച്ച. പാരം മലക്കിന്നെ കൽപ്പന കിട്ടി, കൂടാടി പാറുന്ന തത്തയെ തട്ടി. കവി വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നാളെ നാളെ എന്ന് പറഞ്ഞുകൊണ്ട് സമയം കളയാതെ ഇന്ന് തന്നെ അല്ലാഹുവിലേക്ക് മടങ്ങാൻ, റബ്ബിലേക്ക് മടങ്ങാൻ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ പാപങ്ങളെ പൊറുത്തു തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഈ മഗ്ഫിറത്തിന്റെ 10 അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ധാരാളമായി അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, എൻ്റെ പാപങ്ങളെ നീ പൊറുക്കണേ എന്ന് നമ്മുടെ യാത്രയിൽ
നമ്മുടെ അടുക്കള പണിയില്, നമ്മുടെ ഇരുത്തത്തില്, നമ്മുടെ ഡ്രൈവിങ്ങില്, അതേപോലെ നമ്മുടെ നൃത്തത്തില് ഏതൊക്കെ ഫ്രീ സമയങ്ങളുണ്ട് അതിലൊക്കെയും ധാരാളമായി നിങ്ങൾ പറയണേ മുഅ്മിനീങ്ങളെ. അത് വലിയ പാപങ്ങളായാലും അല്ലാഹ് പൊറുക്കുന്നവനായതുകൊണ്ട് ധാരാളം പാപങ്ങളെ പൊറുക്കാൻ അല്ലാഹുവോട് തേടണേ. ഇന്നലെ കണ്ട പലരും നമ്മളോടൊപ്പം ഇല്ലല്ലോ, കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്ന പലരും നമ്മളോടൊപ്പം ഇല്ലല്ലോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലരും മണ്ണറയിലാണ്. നേരത്തെ ഇർഷാദ് ജനറൽ സെക്രട്ടറി ഇവിടെ പറഞ്ഞുവല്ലോ, ഒരുപാട് ആൾക്കാരുടെ പേരുകൾ പറഞ്ഞുവല്ലോ, നമ്മുടെ അഭിബന്ധ്യന്മാരായ ഉസ്താദന്മാരെ കുറിച്ച് പറഞ്ഞുവല്ലോ. അതേപോലെ ഇന്നത്തെ പരിപാടിയിൽ ഷംസുൽ ഉലമാ അവാർഡ് വാങ്ങാൻ അതിന് തെരഞ്ഞെടുക്കപ്പെട്ട സംഘടനയ്ക്ക് വേണ്ടി ഓടി നടന്ന ബഹുമാനപ്പെട്ട CKK മാണിയോർ ഈ അടുത്ത റമദാനിലാണ് വഫാത്തായി പോയത്. അങ്ങനെ ഒരുപാട് പേര് ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. ഞാൻ ഇവിടെ ജോലി ചെയ്തത് കൊണ്ട് എനിക്കറിയാം എത്രയോ മുഖങ്ങൾ ഇന്ന് മണ്ണറയിലാണ്. അതേപോലെ തന്നെ എത്രയോ ഉസ്താദിന്മാരുടെ മാതാപിതാക്കള്. നേരത്തെ പറഞ്ഞല്ലോ ആരിസ് ദാരിമിയുടെ പ്രിയപ്പെട്ട പിതാവ് മൊയ്തു ഉസ്താദിന്റെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും പറഞ്ഞുവല്ലോ. അങ്ങനെ ഒരുപാട് ഉസ്താദന്മാരുടെ, ആലിമീങ്ങളുടെ, ഉമറാക്കളുടെ, നാട്ടുകാരുടെ, പ്രവർത്തകരുടെ, സംഘടനാ നേതാക്കളുടെ പല മാതാപിതാക്കള് അതേപോലെ പലരും മണ്ണറയിലാണ്. അല്ലാ അല്ലാ, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ സ്വർഗം നൽകണേ അല്ലാ, നരകമോചനം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ പാപങ്ങളെ നീ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ റമദാൻ പ്രഭാഷണത്തിന്റെ വേദിയിൽ ഇന്നലെയും ഇന്നും നാളെയുമായി ആരൊക്കെ പങ്കെടുക്കുന്നു റബ്ബേ, അവർക്കുള്ള ഓരോ ചെരുപ്പടിക്കാലിന് പകരമായി ധാരാളം പ്രതിഫലം നൽകണേ അല്ലാ. ഈ സംരംഭത്തെ സഹായിച്ചവരുണ്ട്, നാട്ടുകാരുണ്ട്, ഗൾഫിലുള്ളവരുണ്ട്. അല്ലാഹുവേ, അതുപോലെ തന്നെ ഇവിടത്തെ ബക്കറ്റിലൊക്കെ നിക്ഷേപിക്കുന്നവരുണ്ട്, ഉസ്താദന്മാർ ചോദിക്കുമ്പോൾ നൽകുന്നവരുണ്ട്. എല്ലാ സ്വതകകളും സ്വീകരിച്ചുകൊണ്ട് സ്വർഗം നൽകണേ അല്ലാ, നീ സ്വർഗം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യണേ അല്ലാ. എല്ലാവിധ ചതിയിൽ നിന്ന്, വഞ്ചനയിൽ നിന്ന്, കുതന്ത്രങ്ങളിൽ നിന്ന്, അപരാധങ്ങളിൽ നിന്ന്, അപവാദങ്ങളിൽ നിന്ന്, ഇബ്ലീസിന്റെ സാഹചര്യമായി വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ തൗബയെ നീ സ്വീകരിക്കണേ അല്ലാ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഔദ്യോഗിക പരിപാടി ആരംഭിക്കുകയാണ്. സ്വാഗത പ്രഭാഷണം നടത്താൻ വേണ്ടി SKSF